നമസ്കാരം, അസ്സാം വലൈക്കും. യുവർ ഡയറ്റീഷ്യൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡയറ്റീഷ്യൻ ടീന സുധീർ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ചെറിയ കുട്ടികൾക്ക് എപ്പോഴും അസുഖമായിരിക്കും അല്ലേ. ചെറുപ്പകാലത്ത് ശ്വാസം മുട്ടൽ, അതുപോലെ തന്നെ പനി, കഫക്കെട്ട്, ചുമ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ കണ്ടിന്യൂസ് വരും. അപ്പോൾ സാധാരണ നിങ്ങളെല്ലാവരും ചെയ്യുന്നൊരു കാര്യം ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകും. ഇപ്പം മിക്ക ഡോക്ടേഴ്സും ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ചില വളരെ പ്രായമുള്ള പഴയ ഡോക്ടേഴ്സ് മാത്രമാണ് ആൻറ്റിബയോട്ടിക്സ് തരാതെ ജസ്റ്റ് പനിയുടെയൊക്കെ സിറപ്പ് തന്നിട്ട് അതിനുശേഷം നോക്കിയിട്ട് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴുള്ള ന്യൂ ജനറേഷൻ ഡോക്ടേഴ്സ് മിക്കവരും ആൻറ്റിബയോട്ടിക്സ് ആണ് ഫസ്റ്റ് തരുന്നത്. ആൻറ്റിബയോട്ടിക്സ് വൺസ് ടൈം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി വളരെയധികം കുറയും. വീണ്ടും വീണ്ടും ആൻറ്റിബയോട്ടിക്സ് കഴിക്കാതെ അവർക്ക് അസുഖം ഭേദമാവാത്ത ഒരു കണ്ടീഷൻ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് ആ പനി മാറുമോ? സാധാരണ ഒരു ഫീവറൊക്കെ ആണെങ്കിൽ ഒരു 3 days കൊണ്ട് മാറും. 3 to 5 days ആണ് അതിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ 3 ദിവസമെങ്കിലും നോക്കിയിട്ട് കുറയുന്നില്ലെങ്കിൽ മാത്രം ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനി കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി സ്വാഭാവികമായിട്ട് ചില കുട്ടികൾക്ക് ഇപ്പോൾ ഫീഡിംഗ് ഒന്നും പ്രോപ്പർ അല്ല, കുഞ്ഞുനാളിലെ ഇപ്പോൾ മുലപ്പാലൊന്നും അധികം ചെന്നിട്ടില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. കരിഞ്ജീരകം നമുക്കറിയാം, കോവിഡിൻ്റെ ടൈമൊക്കെ എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടായി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ കരിഞ്ജീരകം ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് പൊടിച്ചിട്ട് ഒരു ടിന്നിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നിങ്ങൾക്ക്. ഈ കരിഞ്ജീരകം 1 ടീസ്പൂൺ എടുക്കാം. കരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ, അതൊരു ടീസ്പൂൺ എടുക്കാം. ചെറുതേൻ കിട്ടുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ. ഈ തേനിൽ ചാലിച്ചിട്ട് 1 സ്പൂൺ രാവിലെ വെറും വയറ്റിൽ കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലത്. ഫീഡിങ് ടൈമിലുള്ള കുട്ടികളല്ല കേട്ടോ, ഒരു 2 വയസ്സിന് മേലെയുള്ള കുട്ടികളിലെയാണ് ഞാൻ പറയുന്നത്. 2 വയസ്സിന് മേലെയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യുന്നതിന് വളരെ ഉത്തമമായിരിക്കും. ഇനിയിപ്പോൾ മുതിർന്നവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കരിഞ്ജീരകം വെറുതെ വെള്ളത്തിലിട്ട് തിളപ്പിക്കാം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചേർക്കേണ്ടത് ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി ചതച്ചിടാം, ഒരു കുഞ്ഞി കഷ്ണം കറുകപ്പട്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് അതും ഇടാം. പച്ചമഞ്ഞൾ ഉണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം പച്ചമഞ്ഞളും ചതച്ച് വെള്ളത്തിലിടുക. ഇത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒരു ഗ്ലാസ് രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അതല്ല, അത് പറ്റില്ല എന്നുള്ളവർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ അത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യുന്നതിനും നമ്മുടെ വയറിലുള്ള അണുക്കളൊക്കെ കളയുന്നതിനും മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യുന്നതിനും ഒക്കെ പറ്റിയൊരു ഡ്രിങ്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ചെറിയ കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി വളരെ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഡയറ്റ് എപ്പോഴും വെൽ ബാലൻസ്ഡ് ആയിരിക്കണം. അതിൻ്റെ കൂടെ ഇതുപോലെയുള്ള ഹോം റെമഡീസ് ചെയ്ത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യുക. അപ്പോൾ അധികം മെഡിസിൻസിൻ്റെ ഒന്നും ആവശ്യം നിങ്ങൾക്ക് വരില്ല, കുട്ടികൾക്ക് അസുഖവും അങ്ങനെ വരില്ല. എല്ലാവരും ഇതുപോലെയുള്ള ഹോം റെമഡീസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.